ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മവിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ പല എക്സ്പീരിയൻസിൽ കൂടിയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിനും വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തന രീതിയുണ്ട്, സവിശേഷതയുണ്ട്, മനോഭാവമുണ്ട്. ആരോഗ്യവും ആകർഷണവുമുള്ള പങ്കാളികളെ സംബന്ധിച്ച് അവർക്കും അവരുടേതായിട്ടുള്ള ചില ഷെയറിംഗ് മെത്തേഡുകളുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് മാറിടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ രൂപഭംഗിയാണ് ഒരു പുരുഷനെ ആദ്യമായിട്ട് ആകർഷിക്കുന്നത്. പക്ഷേ ഈ സൗന്ദര്യത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഓരോരുത്തരിലും വ്യത്യാസമാണ്. വിജയകരമായിട്ടുള്ളൊരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹവും ആകർഷണവുമാണ്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരാളോട് പ്രണയം തോന്നണമെങ്കിൽ അല്ലെങ്കിൽ കാമം തോന്നണമെങ്കിൽ ഒരു കാരണം വേണം. ചിലർക്കാണെങ്കിൽ അവരുടെ സൗന്ദര്യമായിരിക്കും ഇഷ്ടം, ചിലർക്ക് അവരുടെ മനസ്സാണ് ഇഷ്ടം, ചിലർക്കാണെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രത്യേക കഴിവുകളോ സാഹചര്യങ്ങളോ ആണ് ഇഷ്ടം. ചില പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ മാരണങ്ങൾക്ക് പല പ്രത്യേകതകളും ഉണ്ട്. ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ചില മെത്തേഡുകളും രീതികളും ഒക്കെ ആയിരിക്കും. ഇപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നാറുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഏത് വസ്ത്രം ധരിച്ചാലും അവർക്കൊരു പ്രത്യേക ആകർഷണമുണ്ട്, ഒരു ഭംഗിയുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ അവരിഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ അവരെയും തിരിച്ചിഷ്ടപ്പെടണം, ആകർഷിക്കണം, കാമിക്കണം എന്നൊക്കെയാണ്. ചിലരെ സംബന്ധിച്ച് ഈ ഭാഗത്തിന് നാച്ചുറലായിട്ട് തന്നെ ഒരു ഭംഗിയുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പുരുഷനെ സംബന്ധിച്ച് മാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സങ്കല്പമുണ്ട്. അതനുസരിച്ചുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഒരു മൂഡിലേക്ക് വരാൻ അവർക്ക് പറ്റും. അവരെ സംബന്ധിച്ച് കാമത്തിൻ്റെ ഊർജം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതിനകത്തൂടാണ്. തന്നെയല്ല, ഈ സമയത്ത് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്നേഹം വരുമ്പോൾ അല്ലെങ്കിൽ പ്രണയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഫ്ലോ ചെയ്യുന്നത് ഈ ഭാഗത്താണ്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തന്നെ കാമത്തിൻ്റെ ഊർജമായി മാറുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ടും വരുന്നത് യോനി ഭാഗത്തായിരിക്കും. അപ്പോൾ താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും നമ്മൾ ഏത് രീതിയിൽ ചെയ്യുന്നു അതനുസരിച്ചാണ് എനർജിയുടെ ആ ഫ്ലോ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പ്രണയവും കാമവും ഒന്നിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻ ഫീൽ ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ച് കാമവും പ്രണയവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് മാറിടത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ തോന്നും. എന്നുവെച്ചാൽ ഒന്നിക്കാനുള്ള തീവ്രമായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന ഓരോ സ്പർശനവും അവരെ മറ്റൊരു ലോകത്തെത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ മെത്തേഡ് ചെയ്യുമ്പോഴും അതിൻ്റെ രൂപത്തിനും താൽക്കാലികമായ വ്യത്യാസം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നോട്ട് ബെൻഡ് ചെയ്യുന്ന രീതികൾ വരുമ്പോൾ ആകർഷണം കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതുപോലെ മുലക്കണ്ണിൻ്റെ ഭാഗവും ബ്രെയിനിലെ പ്ലഷർ കേന്ദ്രങ്ങളുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ചില സാഹചര്യത്തിൽ ക്ലിറ്റോറിസിൽ കിട്ടുന്ന അതേ എഫക്റ്റ് ഇവിടെയും വരുന്നുണ്ട്. തന്നെയല്ല, ഈ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് ഒരു പ്രത്യേക അടുപ്പോ ഇഷ്ടവും കൂടുതലായിട്ട് തോന്നുന്നത്. കാരണം പങ്കാളികൾ തമ്മിൽ വൈകാരികപരമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാകാൻ ഈ ഹോർമോൺ സഹായിക്കും. അതുകൊണ്ട് അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിനകത്ത് പെരുമാറേണ്ടതായിട്ടുണ്ട്. ചിലർക്കാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതായി ഇഷ്ടം, എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, സോഫ്റ്റായിട്ട് മതി. അതുപോലെ ഫോർപ്ലേ സമയത്ത് ഇതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ നാച്ചുറലായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പം നമ്മൾ ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവിടെ എനർജി ലെവൽ കൂടും, അതിന് വികാസം ഉണ്ടാകും, വലിപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നെർവുകളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം നമ്മൾ ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവിടെ എനർജി ലെവൽ കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. തന്നെയല്ല, അവിടുത്തെ നെർവുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. മാത്രമല്ല, ചില പ്രത്യേക രീതിയിൽ പിടിച്ചാൽ വികാസം ഉണ്ടാവും, വലിപ്പം വെക്കും. അതുപോലെ ഫേസ് ടു ഫേസ് രീതിയേക്കാൾ പുരുഷൻ പിന്നിൽ വരുന്ന ചില മെത്തേഡുകളുണ്ടല്ലോ, ഈ സമയത്ത് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ താല്പര്യമുള്ള പങ്കാളികളാണെങ്കിൽ പല തരത്തിലുള്ള മസാജുകൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ ഈ സമയത്ത് താഴേന്ന് മുകളിലേക്കുള്ള രീതി വേണം ചെയ്യാൻ. അതുപോലെ പങ്കാളി മുകളിൽ വരുന്ന രീതിയിൽ ഇടയ്ക്ക് മുന്നോട്ട് ബെൻഡ് ചെയ്യുമല്ലോ, ഈ സമയത്ത് രൂപത്തിന് വ്യത്യാസം വരും.
അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇടയ്ക്കൊക്കെ ഈ മടുപ്പ് വരാതിരിക്കാനാ ചില കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഏത് ഭാഗമാണെങ്കിലും അതിൻ്റെ വലിപ്പത്തെക്കാട്ടിലും രൂപത്തെക്കാട്ടിലും ഒക്കെ പ്രധാനം അതിൻ്റെ പ്രവർത്തനമാണ്. എന്നുവെച്ചാൽ അതിനകത്തുള്ള ഓരോ ക്രിയകളിലും ബ്രെയിൻ എത്രത്തോളം സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അതാണ് നോക്കേണ്ടത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.